വാസുദേവൻ അവനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവനിവിടെ ഒന്നും ഉള്ളവനെ അല്ല കേട്ടോ. അവനിവിടെ ഒന്നും വരത്തു പോലും ഇല്ല. അവൻ ഏതാ? എന്തോ പേര് അവന്റെ വീട്ടിലെന്തോ എന്തോ നമ്പൂരിലോ? ആ ആ വാസുദേവൻ ഉണ്ടല്ലേ ഇവൻ? ആണോ? ഇവന്റെ കൂട്ടുകാരനാണ് ഈ വാസുദേവൻ പിള്ള എന്ന് പറയുന്നത്. ഇവൻ അപ്പൊ നിങ്ങൾ ചോദിക്കാം, ഇവൻ ഇവിടെ ഒന്നും വരത്തൊന്നുമില്ല. ഇവന് ഈ കുടുംബമായിട്ട് യാതൊരു ഇതൊന്നും ഉള്ളവനല്ല കേട്ടോ. അപ്പൊ വക്കീലിനോട് പറയണം, ഇവന് ഇവിടെ ഒന്നും തേങ്ങ ഇടാനോ മാങ്ങ ഇടാനോ ഒന്നും പറയുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇവന് വലിയ CPM കാരനാണ്. ഇവിടെ വലിയ കൂട്ടായ്മ. നിങ്ങൾക്ക് വേണം ഞാൻ തലയോ മുണ്ട് നോക്കി കാണിക്കുന്നതൊക്കെ ആ മജിസ്ട്രേറ്റിനെ കാണിക്കാൻ പറ്റുന്നെങ്കിൽ ഒന്ന് കാണിയിരുന്നു കേട്ടോ. അതുപോലെ വലിയ ശല്യമാണെന്ന് പറയണം. ആ വക്കീലിനെ കൊണ്ട് ഇന്നാലും വക്കീൽ പറഞ്ഞില്ലേ നമ്മുടെ മുനിസിപ്പിന്റെ മുന്നില് ഇവൻ ഇതുപോലെ പറയണം, ഭയങ്കര ശല്യം. ഇവൻ മറ്റുള്ളവരുടെ ഇതുപോലെ എല്ലാ സ്വത്തും ഇതുപോലെ തട്ടിയെടുക്കാൻ നോക്കുമോ ഇവൻ കേട്ടോ. കേട്ടോ അത് പ്രഭാവല്ലോ വസ്തുണ്ടല്ലോ, ഇപ്പം കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ഒരു വസ്തുണ്ടല്ലോ, ഒരു വീട് വെക്കുന്നില്ലേ ഈ സോമരാജന്റെ ഒക്കെ. അവരുടെ അവിടെ പേര് മുഴുത്താണ്. ഞാൻ പിന്നെ SNDC ആൾക്കാരുണ്ടായിരുന്നു, അവിടെ പോയി പറഞ്ഞു ഇങ്ങനെ കണ്ടായിട്ട് അവിടെ അറിയാൻ എന്താ ശല്യമായിട്ട് മാറിയിരിക്കുകയെ കൊണ്ട്. ഹലോ, ഇവന് 55 ലക്ഷം രൂപ കിട്ടി. ഇവന് മറ്റേ മരുമോടെ കയ്യിലാണ് 3 കോടി. അവള് പോയി 3 കോടി കൊണ്ട്. ഇനിയും ഇത് ഈ സെറ്റപ്പ് തന്നെ ഈ 3 കോടി എടുക്കാൻ ഇവനെല്ലാം റെഡിയാക്കാനുള്ള കല്യാണമായിരുന്നു. മനസ്സിലായില്ലോ? അതുപോലെ നിങ്ങളുടെ കുടുംബത്തെ അറിയത്തില്ല കേട്ടാ. എന്തുവാ ഓടിച്ച വീട്ടിലെ ഒരു മോൻ കല്യാണം കഴിച്ചതൊക്കെ ഇവർക്ക് അതിനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആവത്തില്ലല്ലോ. എല്ലാം ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാനുള്ള സത്യമായിട്ട് പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലെ ഇവന്മാര് മോനറിയില്ല. ഓടിച്ച വീട്ടിലെ ആണ്ടാ നിങ്ങളുടെ ബന്ധു ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, എന്തുവാ തവാൻ ആ പയ്യൻ പാമ്പിടിച്ചോ കല്യാണം കഴിച്ച് ആ പെണ്ണിനെ ഇതുപോലെ ആരാണ്ട് വളച്ചോണ്ട് പോവുകയൊക്കെ ചെയ്തു. അറിയത്തില്ലയോ സംഭവമൊക്കെ? എന്നിട്ട് അവനെ ഒറ്റയ്ക്കാക്കി ഇതുപോലെ കൊന്നു കെട്ടി തൂക്കുന്ന പരിപാടികളൊക്കെ ഇവന്മാരെ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് ആ ചെറുക്കനെ കൊന്നു കെട്ടി തൂക്കി കുറെ നാൾ കഴിഞ്ഞ് അറിയുന്നതല്ലായിരുന്നു കേട്ടോ. അതുപോലെ നിങ്ങളുടെ കല്ലടയിലെ ആ അമ്മയുടെ കാര്യമൊക്കെയോ അത് അവർക്കൊന്നും അല്ലയോ? അവന് മഹാവല്ലാത്ത ആ ഇളയ ചെറുക്കനെ അങ്ങോട്ടൊന്നും കേൾക്കത്തൊന്നും ഇല്ലല്ലോ. അറിയത്തില്ലയോ ഒക്കെ? ഈ ഒരു ബന്ധുക്കളോട് മോനെ ഉള്ള സത്യം ഞാൻ സത്യമായിട്ട് പറയുക, നമ്മുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ മഹാവല്ലത്ത നമ്മുടെ എങ്ങനെ കൊന്നിട്ടും അത് തട്ടി നമ്മുടെ സ്വത്ത് തട്ടാനായിട്ട് നടക്കുക പോലെ അവന്മാര് ഭയങ്കര ഇൻഷുറൻസുമായിട്ട് ഭയങ്കര കള്ളത്തരങ്ങൾ ഉള്ളവന്മാരാണ്. അതുപോലെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ മോൻ വരുന്നെന്ന് വിചാരിച്ചു, മോനെ വിളിച്ചിതാക്കും. പിന്നെ എന്നിട്ട് ഇങ്ങോട്ട് വരുന്നതെല്ലാം വേറെ ആരാണ്ടൊക്കെ ഇവിടെ വരിക. നമുക്ക് സംബന്ധമാലോചനയാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ആൾക്കാരെ കൊണ്ട് നമ്മളെ ഇതാക്കിയിട്ട് നമ്മളുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കുക. അങ്ങനെയുള്ളവരാണ് ഈ എന്നെ ആദ്യം കല്യാണം കഴിക്കുന്നത്. അങ്ങനെ നമ്മള് ബന്ധം ഒഴിഞ്ഞു. ഇപ്പൊ അങ്ങനെ അപ്പൊ ഇവന്മാര് എനിക്കിപ്പോ ഒരു പാർട്ട്ണർ ഉണ്ട്, അത് രാജസ്ഥാനിയാണ്. അപ്പൊ ആ ആളിനെ ഇങ്ങനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇപ്പം ഇങ്ങനെ സ്ലാറ്റിംഗ് പോയിസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ മോൻ? സ്ലോ ആക്ടിങ് പോയിസനെ കുറിച്ച് കേട്ടിട്ടില്ലയോ? നമ്മുടെ ആഹാരത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുറേശ്ശെ തരിക. എന്നിട്ട് ചില മരുന്ന് തന്നെ ഇതാ മതി. അങ്ങനെയൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തോട്ടേക്കല്ലേ, എന്റെ മുഖത്തോട്ട് ലേസർ അടിക്കുക, നമ്മുടെ തലയിലോട്ട് അടിക്കുക, അങ്ങനെ പല പല വേദങ്ങളുണ്ട്. എല്ലാം നമ്മൾ പറഞ്ഞു തരാം. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് നമ്മളെ അസുഖക്കാരൊക്കെ ആക്കി എന്നിട്ട് നമ്മുടെ കൺട്രോൾ ഇവ ഏറ്റെടുത്ത് നമ്മുടെ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്തുക എന്നാണ് ഉദ്ദേശം. ഇവർക്ക് മനസ്സിലായത്?
അപ്പൊ എപ്പോഴും നമ്മൾ ആരെയായാലും നമ്മുടെ ഫാമിലി എത്ര ഇനി എന്താന്ന് പറഞ്ഞാലും ശരി നമ്മൾ ശ്രദ്ധിച്ചോണം. മനസ്സിലായില്ലേ? നമുക്കൊരു ആരെന്ന് പറഞ്ഞാലും ശരി നമ്മളൊരു ശ്രദ്ധ വേണം. എന്താണ് നമ്മൾ കഴിക്കുന്നത്, എന്താണ് ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നതിന് കുഴപ്പമില്ല. അപ്പൊ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. മറ്റേ ആരായാലും ശരി, പാർട്ട്ണർ തന്നെ ആയാലും ശരി, ആരെയായാലും ശരി, അന്ധമായിട്ട് വിശ്വസിക്കുന്നത് ഭയങ്കര ആപത്താവും. മനസ്സിലായോ? നമ്മള് മോനോട് ഇവിടെ വന്ന് കണ്ടുള്ള സ്നേഹം കൊണ്ട്, ഒരു ബ്രദർ എന്നുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞത്, നമ്മുടെ ഇതിൽ കൂടെ വന്നത് കൊണ്ട് നമ്മുടെ വെള്ളത്തിനകത്ത് അതുപോലെ കലക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടാനുണ്ട് ഇപ്പൊ ഇവിടെ. മോനൊക്കെ അറിയാനും ചിലപ്പോൾ എന്തുവാ പണ്ട് അയാളുടെ പേര് എന്തായിരുന്നു, ഒരു റെജി എന്നൊക്കെ പറയുന്ന കണ്ടാനന്മാരെ അറിയാം. റെജി, കൊച്ചു രവി എന്നൊക്കെ പറയുന്നവരെ അറിയോ മോന്? വിദ്യാധരനും പിന്നെ നടന്ന അപ്പന്മാരുടെ പേര്. അയാളുടെ ഒരു കൊച്ചുമോനെ കൊണ്ട് നമ്മുടെ വെള്ളത്തിനകത്ത് നമ്മൾ 11 മണി രാത്രി പിടിച്ചു കൈയോടെ പിടികൂടി. അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ 2019 നമ്മുടെ ഇവിടെ തന്നെ നിൽക്കുന്നതോളം കറുത്ത് വരും. ദിവസത്തിനും കറക്കുക. മനസ്സിലായോ? അപ്പം നമുക്കറിയാലോ നമ്മുടെ കളർ എന്തുവാണെന്നും ഇങ്ങനെ അപ്പൊ ചെവി വരെ ഇങ്ങനെ കറുത്തു. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, എന്താ ഇങ്ങനെ, നമുക്കറിയത്തില്ല എന്തുവാണെന്നുള്ളത്. അപ്പോഴെന്ന് ഞാൻ ഇവിടെ ഒരു കുപ്പിക്കകത്തുനിന്നൊരു നമ്മുടെ അവിടെയൊക്കെ കെട്ടാൻ നേരത്ത് കുപ്പിക്കകത്തുനിന്ന് വലിയൊരു ഇത് കിട്ടി. എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂടോത്രം പോലെ കാരണം വലിയൊരു കുപ്പിക്കകത്ത് തവിടും ഇതൊക്കെ കിട്ടി. ഇതൊക്കെ അനുഭവം ഉണ്ടോ? ആ അന്നേരം ഇത് കിട്ടിയപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്തു, നമ്മളിവിടെ വെച്ച് പറഞ്ഞ ആദ്യം കൂടി ചെയ്തവർ ഓരോ ദൈവത്തിന്റെ നമ്മളോട് നമ്മൾ നമ്മളെ കാണിച്ചു തരുന്നതിന്റെ ആലോചിക്കണം. ഞങ്ങൾ ഇവിടെ ജോലിക്ക് വരുന്നൊരു മൂപ്പരുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാൻ വേറെ മോളെ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഞാൻ ആ പെൺകൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ടപ്പോ 11 മണിയായപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കും കെഞ്ചേക്കാര് ഉറങ്ങാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഈ ഗ്രില്ലറിയാവുന്ന മോനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇതിന് എല്ലാ ലൈറ്റും കൂടെ ഒറ്റയടിക്കാൻ ഓഫാണ്. മനസ്സിലായോ? അപ്പൊ എന്റെ മനസ്സിൽ നമ്മളൊരു വക്കീലാണ്, എന്റെ മനസ്സിൽ എന്തോ ഒരു സംശയം. ഒരേ അടിക്കുള്ള ലൈറ്റ് ഓഫ് ചെയ്തു. ചിലപ്പോൾ മോന്റെ മുറി ചിലപ്പോൾ ലൈറ്റ് വേണം, മോന്റെ അമ്മയുടെ മുറി. അപ്പൊ നിങ്ങൾ ഒരേ സമയത്ത് എന്തായാലും ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു കോമൺ സെൻസ് ആണ്. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മുടെ നമുക്ക് ദൈവം തരുന്ന ഇതാണ്. എന്താ അങ്ങനെയെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഒരു സംശയം തോന്നി. എന്താണ് അങ്ങനെ ഒരു സഡനായിട്ട് എന്തോ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലയോ. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഓഫ് ആക്കുക. പിന്നെ അടുക്കളയില്ല, അതുവരെ ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ എന്നിട്ട് നമ്മൾ കുറച്ച് 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെളിയിൽ ഇറങ്ങി. ഞങ്ങൾ തിരിച്ചു വരുവാട്ടെ. അവരെ കുളമില്ലേ, നിങ്ങൾ ആ വഴിയിലോട്ട് പോകുന്ന കുളത്തിൽ അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവൻ ഒരു ആ കണ്ടാറ്റത്തിന് ഒരു മൊബൈലുമായിട്ട് ഇങ്ങനെ ഓടി ലൈറ്റ് കത്തിച്ച് വരിക. അവന്റെ മൊബൈലിനകത്ത് വെളിച്ചമുണ്ട്. അപ്പൊ ആ വിചാരിക്കും നമ്മളെല്ലാം ഉറങ്ങിയെന്നുള്ളതാണ് അവന്റെ വിചാരം. മനസ്സിലായില്ലേ? ഇവരിങ്ങനെ ഓടി മൊബൈലുമായിട്ട് ഇങ്ങനെ വരിക ലൈറ്റൊക്കെ കത്തിച്ച്. അപ്പൊ എന്റെ മുന്നിലോട്ടാണ് വന്ന് ചാടുന്നവൻ. ഞാൻ നീ എവിടെ പോടാ, എടുത്തവായിരുന്നു, നീ എവിടെ പോടാ ഈ പാതിരാത്രി നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ എടുത്ത വാരി പറയുകയാണ്, എന്തുവാ ഞാൻ അത് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയത്. അപ്പൊ ഇവൻ കള്ളം പറയുന്നത്. ഇവന്റെ വീടെന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു 500